നമുക്ക് വേദയുടെ വിക്രത്തിന്റെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവില് വേദയോട് സേതുലക്ഷ്മിയമ്മ പറഞ്ഞു, മോളെ നീ എടുത്തിരിക്കുന്ന തീരുമാനം എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്. ഒരു പക്ഷേങ്കിൽ തരുണിന്റെ സ്വഭാവം എപ്പോഴാണ് മാറുന്നതെന്ന് അറിയത്തില്ല. പിന്നെ നീ തോർത്ത് വിഷമിക്കരുത്. എനിക്ക് ഇപ്പൊ അതൊന്നും അല്ലമ്മ പ്രധാനം. എൻ്റെ കുഞ്ഞിന്റെ ജീവനാണ്, അറിയാലോ. എൻ്റെ കുഞ്ഞ് സേഫ് ആയിരിക്കണം, അത് മാത്രം എൻ്റെ മനസ്സിലുള്ളെന്ന് പറഞ്ഞു. അതേ സമയത്ത് ശ്രീകാന്തും SI സാബുവും കൂടെ കൂടുവാണ്. അവർ രണ്ടുപേരും കൂടുന്ന സമയത്ത് ശ്രീകാന്ത് പറഞ്ഞു, അവനിട്ടുള്ള പണി ഞാൻ ഓരോന്നോരോന്ന് വിട്ട് കൊടുത്തോണ്ടിരിക്കുക. ആ വിക്രത്തിനിട്ടുള്ള പണി അല്ല, ഇനിയിപ്പോൾ അവൻ എന്നായിരിക്കും പോലും പുറത്തിറങ്ങുന്നേ. അവൻ ഇനി പുറത്തിറങ്ങുന്നേ അവൻ്റെ അച്ഛൻ്റെ ചിതയ്ക്ക് തീ കൊളുത്താൻ വേണ്ടിയിട്ടായിരിക്കും. ഇപ്പം അവൻ്റെ അമ്മയുടെ ചിതയ്ക്ക് തീ കൊളുത്തിയിട്ട് അവൻ പോയില്ലേ, ഇനിയിപ്പോൾ അതായിരിക്കും. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് അവൻ അകത്ത് കിടന്ന് ചിലപ്പോൾ തീരാനും ചാൻസ് ഉണ്ട്. അല്ല, അതെങ്ങനെ ശ്രീകാന്ത് സാറേ? അവനെ അകത്തിട്ട് പൂട്ടാൻ ആളുണ്ടോ? പിന്നല്ലാതെ നമ്മൾ അകത്തിട്ട് പൂട്ടാനുള്ള ആൾക്കാരെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. അവനെ അവിടെ ഇട്ട് ഇടിച്ച് ഇഞ്ചപ്പരുവാക്കാനായിട്ടുള്ള ആൾക്കാരൊക്കെ അതിനകത്തുണ്ട്. പിന്നെ അവൻ ചുമ്മാ 500 രൂപ കൂലിയും വാങ്ങിച്ച് 3 നേരം ശാപ്പാട് അടിച്ച് അവിടെ അവനെ കിടത്തുമെന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാരണവശാലും ഇല്ല. അവനിട്ടുള്ള പണി ഞാനവിടെ കൊടുത്തിട്ടുണ്ട്. അല്ല, വേദയെക്കുറിച്ച് എന്തെങ്കിലും വിവരം? അവളെക്കുറിച്ചുള്ള വിവരങ്ങൾ കുറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ കൃത്യമായിട്ടുള്ള വിവരങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. അവളെ ഒന്ന് സ്പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ആളുകൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും അവളെക്കുറിച്ച് പിന്നെ ഒരു വിവരം കിട്ടിയില്ല. അല്ല, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ പോരെ? അവിടെയുള്ള ആൾക്കാരോട് ഒന്ന് സ്ട്രോങ് ആയിട്ടൊന്ന് അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയെന്ന് അറിയാൻ കഴിഞ്ഞു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ അവളുടെ രൂപസാദൃശ്യമുള്ള ഒരു പെണ്ണുണ്ടായിരുന്നാ പറഞ്ഞേ. പക്ഷേ ആ പറയുന്ന പെണ്ണിൻ്റെ കുഞ്ഞു മരിച്ചുപോയെന്നോ? അതെ, മരിച്ചുപോയെന്ന് അറിയാൻ കഴിഞ്ഞേ. അപ്പോഴേക്കും SI സാബു പറഞ്ഞു, സാറേ അത് നമ്മളും വിശ്വസിക്കരുത്. കാരണം ഈ പറയുന്ന ആൾക്കാർ ചിലപ്പോൾ അവിടെ ലോക്കൽസിനെയൊക്കെ കൂട്ടുപിടിക്കും. അവിടുത്തെ ലോക്കൽസിനെയൊക്കെ കൂട്ടുപിടിച്ചിട്ട് അവർക്ക് വിശ്വസനീയമായ രീതിയിലുള്ള കള്ളക്കഥ ഉണ്ടാക്കും. ഒരു പക്ഷേങ്കിൽ അത് വേദയാണെങ്കിൽ, വേദ കുഞ്ഞു മരിച്ചു പോയെന്ന് കള്ളത്തരം പറഞ്ഞാണെങ്കിലോ? നമുക്കൊന്നും പറയാൻ പറ്റില്ല. കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവൾ അങ്ങനെ എന്തെങ്കിലും ചെയ്താണെങ്കിലോ? അപ്പോഴാണ് ശ്രീകാന്ത് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെ ചിന്തിക്കുന്നത്. അതുകൊണ്ട് സൂക്ഷിക്കണം, അതൊക്കെ ചിന്തിക്കേണ്ട കാര്യങ്ങളാന്ന് പറഞ്ഞു. ശ്രീകാന്ത് പറഞ്ഞു, അങ്ങനെ എന്തെങ്കിലും അവൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. ഇനി അതേ കാലം അവൾക്ക് ഒളിച്ചിരിക്കാനായിട്ട് കഴിയില്ല. അവൾക്ക് പുറത്ത് വന്നേ മതിയാവുള്ളൂ സാബു. കുറച്ച് കഴിഞ്ഞപ്പോൾ സേതുലക്ഷ്മി അമ്മ വേദയുടെ അടുത്തേക്ക് വരുവാണ്. എന്നിട്ട് പറഞ്ഞു, മോളെ നീ പറഞ്ഞതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചു. പിന്നെ ഇനിയിപ്പോൾ വരാൻ പോകുന്ന ആശുപത്രി രേഖകളിലൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തണ്ടേ? ഇനിയിപ്പം രാധികയുടെ തരുണിൻ്റെ കുഞ്ഞായിട്ടായിരിക്കും ആശുപത്രി രേഖകളിൽ വേദയുടെ കുഞ്ഞ് അറിയപ്പെടാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വേദ പറഞ്ഞു, അതൊക്കെ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അല്ലേ അമ്മേ? അതിനേക്കാളുപരി മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. കാരണം എൻ്റെ കുഞ്ഞിൻ്റെ സുരക്ഷ ഞാൻ പറഞ്ഞല്ലോ അമ്മയോട്. പക്ഷെ മോളെ, നാളെ കുഞ്ഞിനെ ഡിസ്ചാർജ് ആക്കും. അങ്ങനെ ആക്കണ സമയത്ത് ഞങ്ങൾ കുഞ്ഞിനെ കൊണ്ട് പോകത്തില്ലേ? അപ്പോഴെന്ത് ചെയ്യും? അല്ലേ പിന്നെ മോൾക്ക് കുഞ്ഞിനെ കൊണ്ട് പോകാൻ പറ്റില്ലല്ലോ. അതിന് തരുൺ വിട്ടു തരുമെന്ന് തോന്നുന്നുണ്ടോ? അമ്മേ, എനിക്ക് എന്ത് ചെയ്യണമെന്നറിയത്തില്ല. ഞാൻ നോക്കിയിട്ട് ഒരു വഴി മാത്രമേ കാണുന്നുള്ളൂ. ഒരു കുറച്ച് ദിവസം കുഞ്ഞിനെ നോക്കാനെന്ന വ്യാജേന ഒരു ജോലിക്കാരിയായിട്ട് ഞാൻ അമ്മയുടെ വീട്ടിലേക്ക് വന്നോട്ടെ. ഞാൻ അവിടെ കുറച്ച് ദിവസം കഴിയാം. അതിനുള്ളിൽ തന്നെ ഞാൻ തരുൺ സാറിനോട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് എല്ലാം സെറ്റാക്കാമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ സേതുലക്ഷ്മിയും പറഞ്ഞു, മോളെ ഞാനിതാ അങ്ങോട്ട് എങ്ങനെ ചോദിക്കുമെന്ന് ഓർത്തിരിക്കുമായിരുന്നു. ഇപ്പോഴേ എനിക്കൊരു സമാധാനമായത്. സാരമില്ല, തരുണിനോട് പറയാം. ഇല്ലെങ്കിൽ മോള് കുഞ്ഞിനെയും കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ തരുൺ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? തരുണ് വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ട് മോളൊരു കാര്യം ചെയ്യുക. മോളുവാ, എൻ്റെ മരുമകളായിട്ടല്ല, അല്ല എൻ്റെ ജോലിക്കാരിയായിട്ടല്ല, എൻ്റെ മോളായിട്ട് തന്നെ ആ വീട്ടിലേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അരുണ സിസ്റ്റർ വന്നിട്ട് സേതുലക്ഷ്മി അമ്മ പറഞ്ഞു, മാഡം അങ്ങോട്ടേക്കൊന്ന് വരുമോ? ഡോക്ടർ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു, അത് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനെന്താ, ഞാനിപ്പോൾ തന്നെ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ സേതുലക്ഷ്മി അമ്മ അരുണ സിസ്റ്ററോടെ കൂടെ പോയി കഴിഞ്ഞപ്പം വേദ കുഞ്ഞിനെ കുഞ്ചിക്കുവാണ്. അതേ, ഞാൻ മോൾക്ക് വേണ്ടിയിട്ട് അതൊക്കെ ചെയ്യുന്നത്. ഒരു ദിവസം വിക്രത്തിൻ്റെ അടുത്തേക്ക് ഞാൻ മോളെ കൊണ്ട് ചെല്ലും. എന്നിട്ട് പറഞ്ഞു, ഇതാണ് നിൻ്റെ വിക്രൂട്ടി എന്ന് പറഞ്ഞ് കാണിക്കും. ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത്, അറിയാവോ? എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് എന്ത് ത്യാഗം സഹിക്കാനും ഞാൻ തയ്യാറാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേദ കുഞ്ഞിനെ കൊഞ്ചിക്കുവാണ്. ആ സമയത്ത് വേദയുടെ മനസ്സിലേക്ക് വിക്രത്തിൻ്റെ എല്ലാവരുടെ മുഖം വരുന്നുണ്ടായിരുന്നു. വിക്രത്തിന് ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണ് താൻ കാത്തിരിക്കുന്നുള്ളൊരു ചിന്ത. ഇതേ സമയത്ത് വിക്രം ആഹാരം കഴിക്കാനായിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. ആഹാരം കഴിക്കാനായിട്ട് എടുക്കണ സമയത്ത് വിക്രം നോക്കിയിട്ട് പിന്നീട് എന്ത് ചെയ്തു, മനസ്സിൽ അമ്മയെ ധ്യാനിച്ചിട്ട് ഒരു ഉരുള ചോറ് പിണ്ടമാക്കി ഉരുട്ടി നേരെ അപ്പുറം കൊണ്ട് മാറ്റി വെക്കുവാണ്. പുറത്തങ്ങനെ കൊണ്ടുപോയി വെക്കുവാണ്. ആ സമയത്ത്
വിക്രത്തിനെ എതിരിടാനായിട്ട് കുറച്ച് ഗുണ്ടകൾ അവിടെ ഉണ്ടായിരുന്നല്ലോ, അവന്മാരിത് കണ്ടു. അപ്പോഴേക്കും എന്തെങ്കിലും ഒരു കാരണം വേണമല്ലോ വിക്രത്തെ നേരിടാനായിട്ട്. അപ്പോഴേക്കും അതിലൊരുത്തൻ പറഞ്ഞു, ഓ ഇപ്പം ജയിൽച്ചോറ് ബലിച്ചോറായ അല്ലേടാന്ന് ചോദിച്ചു. അതെ അതെ, കണ്ടില്ലേ കൊണ്ട് ഉരുട്ടി വെക്കുന്നേ, ഉരുട്ടി വെച്ചിട്ട് എന്താവാനാ? അതിനിയിപ്പോൾ കാക്കയാണോ വല്ല പൂച്ചയോ പട്ടിയാണോ നക്കണേന്ന് ആര് കണ്ടു? അല്ല, നായ നക്കിയാലും മതിയല്ലോ, ആരെങ്കിലും നക്കിയാൽ പോരെ. ഒരു ബലിച്ചോറ് വന്നിരിക്കുന്നു അന്നൊക്കെ പറഞ്ഞിട്ട് മോശമായ രീതിയിൽ സംസാരിക്കണം. കുറച്ച് സമയമൊക്കെ വിക്രം കേട്ടിരുന്നു. വിക്രത്തിന് ഭ്രാന്തിളകുന്ന പോലെ തോന്നി. വിക്രം എന്ത് ചെയ്തു, ആ ചോറും പാത്രമായിട്ട് എന്നിട്ട് മറ്റവൻ്റെ തലയിട്ട ഒറ്റ അടിയായിരുന്നു. അപ്പോഴേക്കും ബാക്കി ഗുണ്ടകളും കൂടെ ഇറങ്ങി. വിക്രത്തിന് ഭ്രാന്തളകിയ മട്ടിലായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഇടിച്ചിട്ടല്ലേ, പക്ഷെ ഇത്തവണ അങ്ങനെ വിട്ടുകൊടുക്കാൻ വിക്രം ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. വിക്രം എന്ത് ചെയ്തു, അവന്മാരെ എടുത്തിട്ട് അടിക്കുവാണ്. അടി കൊണ്ട് അവന്മാരുടെ സമനില തെറ്റി. അപ്പോഴേക്കും ജയിലിലെ ഒരു സ്റ്റാഫ് ഓടിച്ചെന്ന് ജയിൽ സൂപ്രണ്ടിനോട് പറഞ്ഞു, ആൻഡ്രൂ സാറേ ഇതേ ആ വിക്രം ഉണ്ടല്ലോ, അവനവിടെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. എടോ, അവൻ പ്രശ്നം ഉണ്ടാക്കട്ടെ. കഴിഞ്ഞ പ്രാവശ്യം അവനെ അവരെടുത്തിട്ട് അടിച്ചപ്പോൾ നീയൊക്കെ എവിടായിരുന്നു? നോക്കി നിൽക്കുമല്ലേ ചെയ്തേ? അല്ല അത് പിന്നെ എങ്കിൽ പിന്നെ അവൻ്റെ പണി തീർക്കട്ടെ എന്ന് പറഞ്ഞു. വിക്രമന്മാരോട് പറഞ്ഞു, മേലാല് എൻ്റെ വഴിക്ക് കുറുകെ വന്നാണ്ടല്ലോ, ഇനി എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് നീയൊക്കെ അവിടെ ജീവനോടെ ഉണ്ടാകത്തില്ല, നിന്നെയൊക്കെ അങ്ങ് തീർത്ത് കളയും, പറഞ്ഞത് കേട്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അവിടെ നിന്നൊരു കൈയടി ശബ്ദം ഉണ്ടായി. ബാക്കി ജയിലിലെ ആൾക്കാരൊക്കെ കൈയടിക്കണം. കാരണം ഈ ഗുണ്ടകൾ അവന്മാർക്ക് എപ്പോഴും ഒരു പേടി സ്വപ്നമായിരുന്നു. അവന്മാർ മഹാവൃത്തികെട്ടവന്മാരാണ്, ഒരു കാരണമില്ലാതെ വഴക്കുണ്ടാക്കും. അങ്ങനെ അവന്മാരെല്ലാം വിക്രം ഇടിച്ച് സൂപ്പാക്കിയല്ലോ, അതിൻ്റെ ഒരു സന്തോഷം അവരുടെ മനസ്സിലുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ മാഷ് മുറിയിൽ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ്. മാഷിൻ്റെ മനസ്സിലേക്ക് കമല വന്നു. കാരണം കമല കുറച്ച് ദിവസം മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിരുന്നു. തൻ്റെ അടുത്ത് വന്നിരുന്ന് കമല പറഞ്ഞതാ, മാഷെ എനിക്ക് പോകാൻ സമയമായെന്ന് തോന്നേ, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ മാഷിത് ഇവിടെ ഒറ്റയ്ക്ക് കിടക്കരുത്. എന്തിനാ കമല എപ്പോഴും മരണത്തെക്കുറിച്ച് പറയണേ? നിനക്ക് അതിന് മാത്രം പ്രായമൊന്നും ആയില്ലോ. എനിക്കറിയാം, എനിക്ക് പ്രായമൊന്നും ആയില്ലെന്നൊക്കെ മാഷിൻ്റെ തോന്നല. മരണം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴാ പ്രായമൊന്നും നോക്കുന്നുണ്ടോ? കൊണ്ടുപോകേണ്ടവരെ കൊണ്ടുപോകത്തില്ലേ? എനിക്ക് മരണചിന്ത വന്നു തുടങ്ങിയിട്ടുണ്ട് മാഷെ. കമലെ, നീ അനാവശ്യമായിട്ടൊന്നും പറയരുത് മാഷെ. എനിക്കെന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ മാഷൊരു കാര്യം ചെയ്യണം, വിശ്വത്തിൻ്റെ കൂടെ പോകണം. അവിടെ ശ്രീജ മാഷിനെ പൊന്നുപോലെ നോക്കിക്കോളും, ഇവിടെ ഒറ്റയ്ക്ക് കഴിയരുത് കേട്ടോ. പെട്ടെന്ന് മാഷിന് വല്ലാത്തൊരു ബുദ്ധിമുട്ടായി. മാഷ് സ്വപ്നത്തിൽ നിന്ന് എണ്ണവണ്ണം ഞെട്ടി ഉണരുവാണ്. അപ്പോഴേക്കും വിശ്വത്തിൻ്റെയൊക്കെ ശബ്ദം കേട്ടോ. അച്ഛാന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. മാഷും കൂടെ ഇറങ്ങിച്ചെന്നു. എന്താടാ? അല്ലച്ചാ, ഞങ്ങളിനി എന്താ ചെയ്യേണ്ടത്? ആ, നിങ്ങൾക്കൊക്കെ പോകാൻ സമയമായെങ്കിൽ പോകാം. അപ്പോഴേക്കും നന്ദിനി പറഞ്ഞു, അല്ല ചടങ്ങുകളൊന്നും ഇല്ലയെന്ന് പറഞ്ഞല്ലോ. അല്ല ചടങ്ങുകൾ നടത്തി വെറുതെ എന്തിനാ പൈസ കളയണേ? അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മാഷ് ഇങ്ങനെ നന്ദിനിയെ നോക്കി. അല്ല, അമ്മയുടെ ആഗ്രഹമായിരുന്നല്ലോ അതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ച, നീ കൂടുതലൊന്നും ഉദ്ദേശിക്കണ്ട, നിങ്ങൾക്ക് എല്ലാവർക്കും പോകാം. അപ്പോഴേക്കും വിശ്വം പറഞ്ഞു, അതെങ്ങനെ ശരിയാവും അച്ഛാ? ഞങ്ങൾ പോവുകയാണെങ്കിൽ അച്ഛൻ ഞങ്ങളോടൊപ്പം വരണമെന്ന് പറഞ്ഞു. ഞാൻ വരുന്നില്ല. അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യാം, അച്ഛൻ്റെ കൂടെ ഞങ്ങളിവിടെ നിന്നോളാന്ന് പറഞ്ഞു. അത് കേട്ടതും ഒരു നിമിഷം മാഷ് ആലോചിച്ചിട്ട് പറഞ്ഞു, അത് ഒന്ന് ആലോചിക്കേണ്ട കാര്യമാണ്. നിന്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെയോ അച്ഛാ, മനസ്സമാധാനമല്ലേ വേണ്ടത്, പിന്നത്തെ കാര്യമല്ലേ ബിസിനസ്. അത് നന്ദിനിക്കൊന്നും ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല അങ്ങനെ പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഇതേ സമയത്ത് തരുൺ മുറിയിലേക്ക് വരുമ്പോഴത്തേനും കുഞ്ഞിനെ കണ്ടില്ല. അപ്പോഴേക്കും സേതുലക്ഷ്മിയോട് ചോദിച്ചു, മോൾ എവിടെയെന്ന് ചോദിച്ചു. അതെ, വേദ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുക. അല്ല, അതാര് പറഞ്ഞിട്ടാ? ഡോക്ടർ വേദയുടെ സമ്മതം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു അമ്മേ. മോനെ, അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതൊരു പാവം കുട്ടിയേടാ. അതിൻ്റെ കാര്യം ഓർക്കുമ്പോഴാ. അല്ല, അവളുടെ അല്ലേ കുഞ്ഞു മരിച്ചു പോയത്? അതെ, കുഞ്ഞു മരിച്ചു പോയതാ. എന്ത് ചെയ്യാനാന്ന് പറ. അതാണെങ്കിലും നോക്കാനും പെറുക്കാനും ഒന്നും ആരുമില്ല, കുഞ്ഞും മരിച്ചുപോയി. അല്ല, അതിൻ്റെ ഭർത്താവും വീട്ടുകാരൊക്കെ എന്തിയേ? സ്നേഹിച്ച് കല്യാണം കഴിച്ചായിരുന്നു. ഭർത്താവ് അവനൊരു കൊള്ളരുതാത്തവനാ. അവന് എവിടെയാന്ന് പോലും അറിയത്തില്ല. കുറച്ച് നാളുകളായിട്ട് ഒരു ഫ്രണ്ടോ ഉണ്ടായിരുന്നുള്ളൂ ആ കൊച്ചിൻ്റെ കൂടെ. ഫ്രണ്ടിൻ്റെ കൂടെ പ്രസവത്തിനായിട്ട് ഇവിടെ വന്നത്. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ആ കൊച്ച് എങ്ങോട്ട് പോകുമെന്നറിയാതിരിക്കുക. ഒരു കോൾ സെൻറ്ററിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഒരു കാര്യം ചെയ്തലോടെ മോനെ, നമുക്ക് അവളെ കുറച്ച് ദിവസത്തിന് വീട്ടിലേക്ക് കൂട്ടിയാലോ? എന്തിനമ്മ കൊണ്ടുപോകുന്നേ? അല്ല, നമ്മുടെ മോൾക്കിപ്പം ഒരു അമ്മയെ ആവശ്യമല്ലേ? അവൾക്ക് പാല് കൊടുക്കാനോ അവളെ നോക്കാനായിട്ടൊരു അമ്മയെ വേണ്ടതെന്ന് ചോദിച്ചു. ഒരു നിമിഷം തരണിങ്ങനെ എന്ത് മറുപടി പറയണമെന്ന് അറിയില്ല, അത് ഞെട്ടി നിൽക്കുക. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെയാണ് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ വരാട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണാൻ ശ്രമിക്കണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.